സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതിയ വൈദികൻ ശ്രദ്ധേയനാകുന്നു. തൃശൂർ അതിരൂപതയിലെ പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന ദേവാലയത്തിലെ ഇടവക വികാരി ഫാദർ ആന്റണി ആലുക്കയാണ് 200 പേജുള്ള നോട്ട്ബുക്കുകളിലേക്ക് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതിയത്. നിരവധി അൽമായ വിശ്വാസികൾ ബൈബിൾ പകർത്തി എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വൈദികനായിരിക്കും സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി എല്ലാവർക്കും മാതൃകയാവുന്നത്. ലോക്ക്ഡൌണിൽ തിരുക്കർമ്മങ്ങൾ കുറഞ്ഞതോടെ കൂടുതൽ സമയം ലഭിച്ചുവെന്നും അതിനാൽ ബൈബിൾ പകർത്തിയെഴുത്ത് വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും ഫാദർ ആന്റണി ആലൂക്ക പറയുന്നു. ആദ്യം പുതിയ നിയമവും പിന്നീട് പഴയ നിയമവും പകർത്തിയെഴുതി പൂർത്തിയാക്കുകയായിരുന്നു. ഇതിനായി 200 പേജുള്ള 37 നോട്ട്ബുക്കുകളാണ് ഫാദർ ആന്റണി ഉപയോഗിച്ചത്. നിരവധി അൽമായ വിശ്വാസികൾ ബൈബിൾ പൂർണ്ണമായും പകർത്തിയെഴുതിയിട്ടുണ്ടെങ്കിലും ഒരു വൈദികനായ തനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചിന്തയാണ് തന്നെ ഇതിലേക്ക് നയിച്ചതെന്ന് ഫാദർ ആന്റണി ആലൂക്ക പറയുന്നു. നിരവധി അൽമായ സഹോദരങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതിയായിട്ട് പത്രങ്ങളിലും ഒക്കെ വായിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ഇടവകാരെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ബൈബിൾ പകർത്തി എഴുതാൻ പറഞ്ഞിട്ട്. അങ്ങനെ പറയുന്ന എനിക്ക് എന്തുകൊണ്ട് ഒരു വൈദികനായ എനിക്ക് ബൈബിൾ പകർത്തി എഴുതിക്കൂടാ എന്നുള്ള ചിന്തയാണ് എനിക്ക് കൂടുതലായിട്ടുണ്ടായത്. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അഭിനിവേശം തനിക്ക് വളരെയേറെ ഉണ്ടായിരുന്നുവെന്നും തൃശൂർ അതിരൂപതയിലെ വൈദികരുടെ വാർഷിക ധ്യാനത്തിൽ ആദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് പാണങ്ങാടൻ നൽകിയ ധ്യാനചിന്തകളും തനിക്ക് ബൈബിൾ എഴുതുവാൻ പ്രചോദനമായെന്നും ഫാദർ ആന്റണി ആലൂക്ക ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. പാണങ്ങാടൻ പിതാവിൻ്റെ വലിയ സ്വാധീനവും എന്നെ ഇത് പകർത്തി എഴുതുവാൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും. തന്നെയുമല്ല, വൈദിക പഠന കാലഘട്ടത്തിൽ ബൈബിളിനെ കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ട് വായിക്കാനും എഴുതുവാനും ഉള്ള ഒരു പ്രത്യേക താല്പര്യം എനിക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ പകർത്തി എഴുത്ത് ഒരു വലിയ തപസ്സായി സ്വീകരിച്ച് ഞാൻ എഴുതുവാൻ തുടങ്ങിയത്. വിശുദ്ധ ഗ്രന്ഥം പകർത്തിയെഴുതിയ നാളുകളിൽ തനിക്ക് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പക്ഷേ ഒരു അദൃശ്യ ശക്തി തന്നെ എപ്പോഴും ബലപ്പെടുത്തിയിരുന്നെന്നും ഫാദർ ആന്റണി പറയുന്നു. ദൈവവചനത്തിൽ ആഴപ്പെടാനുള്ള വഴിയായി സ്വീകരിച്ച് ബൈബിൾ പകർത്തിയെഴുതിയ ഫാദർ ആന്റണി ആലൂക്ക ഷെക്കേന മിനിസ്ട്രിയുടെ ആദ്യത്തെ ആത്മീയ പിതാവ് കൂടിയാണ്. ഷെക്കേന മിനിസ്ട്രിയുടെ വളർച്ചയുടെ ആദ്യ നാളുകളിൽ തന്റെ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷകളിലൂടെയും അച്ഛൻ മിനിസ്ട്രിക്ക് നൽകിയ പിന്തുണ വിസ്മരിക്കാനാവാത്തതാണ്. 61-ാം വയസ്സിൽ ബൈബിൾ എഴുതി തുടങ്ങിയ ഫാദർ ആന്റണി ആലൂക്ക തന്റെ 63-ാം വയസ്സിൽ ഈ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 36 വർഷത്തെ വൈദിക ജീവിതത്തിനിടയിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഫാദർ ആന്റണി ആലൂക്ക ഇത് കരുതുന്നത്. തൃശൂർ പെരിഞ്ചേരിയിൽ നിന്ന് ക്യാമറമാൻ സിയോൻ ജോസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.